ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കത് ലുലു മോൾ വരെ പോയിട്ട് വരാം. ലുലു മാൾ കയറിയതും കണ്ടത് നല്ല അടിപൊളി ഒരു ബുക്ക് സ്റ്റാളാണ് കേട്ടോ. അപ്പം തന്നെ കൈയോടെ പൊക്കി നമ്മൾ റാമാൻകോ ആനന്ദി. അങ്ങനെ നമ്മൾ നേരെ മേലേക്ക് പോയി. നമ്മൾ മേലെയാണ് ഫാഷൻ സ്റ്റോർ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫാഷൻ സ്റ്റോറിലേക്ക് പോകാൻ വേണ്ടി പോയായിരുന്നു. അങ്ങനെ കുറച്ച് 2-3 ടോപ്സും അതിനൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പോയതാണ്. അങ്ങനെ സമയത്ത് ഞാൻ ഗ്ലാസ്സൊക്കെ നോക്കി. അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു റീഡിങ് ഗ്ലാസ് വാങ്ങിച്ചു കേട്ടോ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ടോപ്പ് നോക്കാൻ പോയി. ഈ ഒരു റെഡ് ടോപ്പും പിന്നെ ഒരു ഗ്രീൻ ടോപ്പുമാണ് കേട്ടോ എടുത്തത്. അങ്ങനെ ഫാഷൻ സ്റ്റോറിൽ പർച്ചേസൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ബില്ല് ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള സാധനം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. പിന്നെ അതിന് ശേഷം അതൊക്കെ വാങ്ങി ബില്ലടിച്ച് വന്നതിന് ശേഷം നമ്മൾ ഫുഡ് കോർട്ടിൽ വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് കോർട്ടിൽ നമ്മൾ ഷോപ്പ് ചെയ്ത സാധനങ്ങളും കൊണ്ടൊക്കെയാണ് വന്നിരുന്നത്. അങ്ങനെ ഞാൻ ഫുഡ് കോർട്ടിൽ നമ്മൾ NMRൽ നിന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഒരു സൂപ്പാണ് കുടിക്കുന്നത്. ഇത് ചിക്കൻ മാൻചോ സൂപ്പാണ്. ഇത് ഭയങ്കര സ്പൈസി ഉണ്ടായിരുന്നെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പനിയൊക്കെ വന്ന് നിങ്ങളിത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പനിയൊക്കെ പമ്പടക്കും, അങ്ങനെ പറയാം. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷേ ഇതിൽ ചിക്കൻ എവിടെയിൽ നിന്ന് മുങ്ങിക്കുളിച്ച് തപ്പണം ചിക്കൻ സൂപ്പിൻ്റെ ചിക്കൻ തപ്പാനായിട്ട്. അപ്പോൾ നിങ്ങൾ പറയുക ഇത് വർത്തിയാണോ ഇല്ലേ എന്നൊക്കെ. പിന്നെ അതിന് ശേഷം ഞാൻ അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അമ്മയ്ക്കും എല്ലാ രീതിയിൽ ഇഷ്ടമായി കേട്ടോ. അതിന് ശേഷം നമ്മൾ സ്റ്റാർട്ടേഴ്സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ ലോലിപോപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ലോലിപോപ്പ് അവർ തന്ന കെച്ചപ്പിലൊക്കെ മുക്കി കഴിക്കണം കേട്ടോ. ആൻഡ് ഐ സീ ദറ്റ് കെച്ചപ്പ്. ആ കെച്ചപ്പ് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഈ സ്വീറ്റും എന്താ പറയുക ഒരു എരിവും എല്ലാം കൂടി ഒരു പുളിയും എല്ലാ രസങ്ങളും കൂടി ഉള്ളത്. എനിക്ക് പൊതുവെ അങ്ങനെയുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ഫേവറേറ്റായി അത് മാറിയിട്ടോ. അതിന് ഇതാവാൻ എനിക്ക് ഒരു പ്രശ്നമില്ല, കാരണം എനിക്ക് ആ സോസ് ഭയങ്കര ഫേവറേറ്റായി മാറി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് ശേഷം നമ്മൾ ചിക്കൻ ന്യൂഡിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ ആൾക്കാരും ഓരോ ഡിഫറെൻറ്റ് ഐറ്റംസ് പറഞ്ഞു, എന്നിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പം ചിക്കൻ നൂഡിൽസ് ആയിരുന്നു. ചിക്കൻ നൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ നിന്ന് കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ഡിഷ് ചിക്കൻ നൂഡിൽസ് തന്നെയായിരുന്നു. ഇതിൻ്റെ ഫ്ലേവർ കുറച്ച് കുറവായിരുന്നു. കുറച്ച് പെപ്പറിൻ്റെയൊക്കെ ഫ്ലേവർ കുറച്ചും കൂടി വന്നിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. ആൻഡ് ഇറ്റ്സ് ടേസ്റ്റ് സോ ഗുഡ്. അതിന് ശേഷം നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണിയിൽ 2 പീസ് ചിക്കൻ പ്ലസ് ഒരു മുട്ട ഇതൊക്കെ വരുന്നതായിരുന്നു. അങ്ങനെ നല്ലതായിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. പക്ഷേ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ. ഇതൊക്കെ കഴിച്ചുകൊണ്ട് വേറെ ഭയങ്കരമായി ഫീലായിക്കൊണ്ടിരുന്നു. കുറച്ചേ കഴിച്ചുള്ളൂ. റൈസിന് എനിക്ക് ഗീ റൈസിൻ്റെ ഒരു ടേസ്റ്റ് പോലെ തോന്നി. നമ്മുടെ ബിരിയാണി റൈസിൻ്റെ ഒരു ഫീൽ വന്നില്ല. നമ്മുടെ ഗീ റൈസിൽ ഈ ചിക്കൻ്റെ മസാല ഇട്ട് തന്നാണോ എന്ന് എനിക്കൊരു ഫീല് തോന്നി കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഓൾ സെറ്റായിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് പുറത്ത് പോകാൻ പോവുകയാണ്. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ബില്ലൊക്കെ സെറ്റിൽ ചെയ്തു. അത് നിങ്ങൾ കാണണം, ഇതാണ് ഈ ഫുഡ് കോർട്ടിലെ തിരക്ക്. ഒരു സീറ്റ് പോലും ഒഴിവില്ല. ഞങ്ങൾ വന്ന സമയത്ത് ഭാഗ്യത്തിനൊരു സീറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.